രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ മുറിവാണ് പഹൽഗാം ഭീകരാക്രമണം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ രാജ്യം ആ മുറിവിന് കനത്ത തിരിച്ചടിയും നൽകിയിരുന്നു. ഇപ്പോഴും പഹൽഗാമിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം സൈന്യം നടത്തുകയാണ്. അതിനിടയിൽ ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. പഹൽഗാമിൽ മതം ചോദിച്ച് 26 പേരെ കൂട്ടക്കൊല ചെയ്ത ഭീകരാക്രമണത്തിന് സഹായം ചെയ്തു കൊടുത്ത ജമ്മു കശ്മീർ സ്വദേശി പിടിയിലായി എന്ന വിവരമാണ് പുറത്തുവരുന്നത്. മുഹമ്മദ് കഡാരിയ എന്ന ആളെയാണ് ജമ്മു കശ്മീർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷൻ മഹാദേവിനിടെ കൊല്ലപ്പെട്ട ഭീകരർ പഹൽഗാം ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരായിരുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് കഡാരിയ പിടിയിലായത് എന്നാണ് വിവരം. ഓപ്പറേഷൻ മഹാദേവിൽ സൈന്യം വധിച്ച പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരുടെ കൈവശമുണ്ടായിരുന്ന തോക്കുകളാണ് മുഹമ്മദ് കഡാരിയിലേക്ക് അന്വേഷണം എത്തിച്ചത്. ഭീകരരുടെ പക്കൽ AK-47 M9 അസോൾട്ട് റൈഫിളുകൾ അടക്കം ആയുധങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇവ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയതിൽ നിന്നാണ് മുഹമ്മദ് കഡാരിയിലേക്ക് നയിക്കുന്ന തെളിവ് ലഭിച്ചത്. ദൃശ്യങ്ങളിൽ AK-47 M9 അസോൾട്ട് റൈഫിളുകൾ ഉൾപ്പെടെ ഒന്നിലധികം തോക്കുകൾ ഉണ്ടായിരുന്നു. ഇവയും മറ്റ് ആയുധങ്ങളും ഉപകരണങ്ങളുമാണ് മുഹമ്മദ് കഡാരിയെ കണ്ടെത്താനും പിടികൂടാനും ജമ്മു കാശ്മീർ പോലീസിനെ സഹായിച്ചത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ഇന്ത്യ തവിടുപൊടിയാക്കിയിരുന്നു. പാകിസ്ഥാന് എത്രമാത്രം നാശനഷ്ടമുണ്ടായി എന്ന വ്യക്തമായ കണക്കുകൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിരോധ സേനാ വിഭാഗങ്ങൾ വ്യക്തമാക്കിയത് പാകിസ്ഥാനിലെ തന്ത്രപ്രധാനമായ പല ഭീകര കേന്ദ്രങ്ങളും ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയെന്നാണ്. ഇപ്പോൾ ഇതാ പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാനിൽ ഇന്ത്യ നടപ്പാക്കിയ ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിലൂടെ ഭീകരവാദ കേന്ദ്രം തകർന്ന് തരിപ്പണമായി എന്ന് സംബന്ധിച്ച് ലഷ്കർ-ഇ-തൊയ്ബ നേതാവ് രംഗത്ത് വന്നിരിക്കുകയാണ്. ബഹാവൽപുരിയിലെ ലഷ്കർ-ഇ-തൊയ്ബയുടെ കേന്ദ്രമാണ് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ തകർത്തത്. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട്.